എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ നമ്മുടെ ഗോക്കു അവനാണെങ്കിൽ ഒരുപാട് പേരെ തോൽപ്പിച്ച് ഫൈനൽ മത്സരത്തിൽ എത്തിയിരിക്കുകയാണ്. അവൻ്റെ ഓപ്പോസിറ്റ് മത്സരിക്കുന്നത് മറ്റാരുമല്ല, അവൻ്റെ സ്വന്തം മാസ്റ്റർ. പക്ഷേ മാസ്റ്റർ ആണെങ്കിൽ സ്വന്തം ഐഡന്റിറ്റി അത് ഹൈഡ് ചെയ്ത് വെച്ച് ജാക്കി എന്ന പേരിലാണ് ഇപ്പോൾ അവിടേക്ക് വന്ന് ഫൈറ്റ് ചെയ്യുക. ജാക്കി മാസ്റ്റർ ആണെങ്കിൽ ഗോക്കുവിന് ശരിക്കും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. അവൻ നിമിഷ നേരം കൊണ്ട് മാസ്റ്ററിന്റെ കോപ്പി ചെയ്ത് അത് തിരികെ പ്രയോഗിച്ചു. അവസാനമായിട്ട് മാസ്റ്റർ ഉപയോഗിച്ച ആളുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പവറുകൾ പോലും ഗോക്കു ഈസി ആയിട്ട് കോപ്പി ചെയ്ത് ആൾക്കെതിരെ ഉപയോഗിച്ചു. ഗോക്കു ഒരു ടൈറ്റ് കോമ്പറ്റീറ്റർ ആണെന്ന് അപ്പോഴാണ് മാസ്റ്റർ തിരിച്ചറിഞ്ഞത്. മാസ്റ്റർ ആണെങ്കിൽ ഇപ്പോൾ ആളുടെ ഏറ്റവും വലിയ ആ ഒരു പവർ പുറത്തെടുത്തിരിക്കുകയാണ്. മറ്റുള്ളവരെല്ലാവരും ആകാംക്ഷയോട് കൂടെ മാസ്റ്ററിനെയും ഗോക്കുവിനെ ഉറ്റുനോക്കുകയാണ്. ആ സമയം മാസ്റ്റർ ആണെങ്കിൽ കയ്യിൽ കൊണ്ട് എന്തൊക്കെയോ ആക്ഷനൊക്കെ ഇട്ട് ഇപ്പൊ ഗോക്കുവിനെ ഒരു ഹാലൂസിനേഷനിലേക്ക് തള്ളി വിടുകയാണ്. ഗോക്കു, നീ നല്ലൊരു പയ്യനാണ്, മാത്രമല്ല നീ ഇപ്പോൾ വളരെ ടയേർഡാണ്. ഗോക്കു ആണെങ്കിൽ അത് കേൾക്കേണ്ട താമസം പതിയെ ടയേർഡായി ഉറക്കം തൂങ്ങാനായിട്ട് തുടങ്ങും. മാസ്റ്റർ ആണെങ്കിൽ അവനെ ഹിപ്നോട്ടൈസ് ചെയ്ത് അങ്ങനെ ഉറക്കി താഴെ ഇടുകയാണ്. ഗോക്കു ആണെങ്കിൽ പൂർണ്ണമായിട്ട് ഉറങ്ങി താഴേക്ക് അടിച്ചു വീഴും. അതിനുശേഷം മാസ്റ്റർ ഇപ്പോൾ ആങ്കറിനോട് പറയും, ഇത് സ്ലീപ്പി ടെക്നിക്കാണ്, നിങ്ങൾ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യണം. ചുറ്റുമുള്ള ജനങ്ങളെല്ലാവരും പുറകുറുക്കും, കാരണം മാസ്റ്റർ കറക്റ്റ് ആയിട്ടുള്ള വഴിയിലൂടെ അല്ല ജയിച്ചിരിക്കുന്നത്. ആങ്കർ ആണെങ്കിൽ ജാക്കി ചാനോട് പറയും, നിങ്ങൾ ഉപയോഗിച്ചത് മാർഷൽ ആർട്സ് അല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ വിജയിച്ചതായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. അതിന് മാസ്റ്റർ പറയും, ഒരിക്കലുമല്ല, ഇത് മാർഷൽ ആർട്സിലുള്ള സ്ലീപ്പി ടെക്നിക്കാണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്ത് എന്നെ ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കണം. മാസ്റ്റർ ആണെങ്കിൽ ടെൻഷനാവും, നിങ്ങൾ ഇപ്പോൾ തന്നെ കൗണ്ട് ചെയ്യണം, അതല്ല എങ്കിൽ ഞാൻ കൗണ്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ആങ്കറിനാണെങ്കിൽ എന്തു പറയണമെന്ന് അറിയില്ല. അവൻ്റെ ഫാൻസ് നമ്മളെ എല്ലാവരെയും പഞ്ഞിക്കിടും. ഇതൊരു ഫെയർ ആയിട്ടുള്ള ഗെയിമായിട്ട് എനിക്ക് തോന്നുന്നില്ല, എങ്കിലും ഞാൻ കൗണ്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ആളാണെങ്കിൽ കൗണ്ട് ചെയ്യാനായിട്ട് ആരംഭിക്കുകയാണ്. മാസ്റ്ററിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. വേഷം മാറി വന്നത് വളരെ നന്നായി. ഇവൻ ഉറങ്ങിയത് എൻ്റെ ലക്കാണ്. ഞാൻ വിചാരിക്കാതെ ഇനി ഇവൻ എഴുന്നേക്കില്ല. തീർച്ചയായിട്ടും ഇവൻ തോൽക്കാൻ പോവാണ്. ഒരു കാരണവശാലും ഇവൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഇതിൽ ജയിക്കാൻ പാടില്ല. അങ്ങനെ ജയിക്കുകയാണെങ്കിൽ ഇവൻ അഹങ്കാരിയായി മാറും. പിന്നീട് ഒരിക്കലും ഇവൻ ട്രെയിൻ ചെയ്യില്ല. പക്ഷേ ഇപ്പോഴത്തെ ഈ തോൽവി അവനെ കൂടുതൽ പവർഫുൾ ആക്കും. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ വൃത്തികെട്ട വഴി അത് തെരഞ്ഞെടുത്തത്. ഉടനെ ചുറ്റുമുള്ളവരെല്ലാവരും ഇപ്പൊ ഗോക്കുവിനെ എഴുന്നേൽപ്പിക്കാനായിട്ട് ശ്രമിക്കും. ഗോക്കു, കണ്ണു തുറക്ക്, നമുക്ക് വീട്ടിൽ പോയി ബാക്കി ഉറങ്ങാം. ഇപ്പൊ നീ കണ്ണു തുറന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന മാസ്റ്റർ ജാക്കിയെ അടിച്ച് തോൽപ്പിക്കുക. പക്ഷെ ഗോക്കുവിനാണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ടും യാതൊരു കുലുക്കവും ഇല്ല. അപ്പോഴായിരിക്കും ഉൽമാ പെണ്ണിന് ഒരു ബുദ്ധി വെളിച്ചുണ്ടാവുക. അവൾ ഉച്ചത്തിൽ വിളിച്ചു പറയും, ഗോക്കു കണ്ണു തുറക്ക്, നിന്റെ ഫുഡ് അത് റെഡിയാണ്. അത് കേൾക്കേണ്ട താമസം ഗോക്കുവിന്റെ വാല് പതിയെ തല ഉയർത്തും. അടുത്ത നിമിഷം നമ്മുടെ ചക്കൻ ചാടി എഴുന്നേക്കുകയാണ്. എവിടെയാണ് എൻ്റെ ഫുഡ്? എൻ്റെ ഫുഡ് എവിടെ? അതിന് അപ്പാപ്പൻ പറയും, നിനക്കിവിടെ ഫുഡൊന്നുമില്ല, നമ്മൾ മത്സരിക്കുകയാണ്. മത്സരത്തിന് ശേഷം ഇഷ്ടം പോലെ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് അപ്പാപ്പനാണെങ്കിൽ വീണ്ടും ഫൈറ്റ് ചെയ്യാനായിട്ട് ജാക്ക് ആൻഡ് ഫോൾ ഫൈറ്റ് അതുപയോഗിച്ച് ഇപ്പൊ ഗോക്കുവായിട്ട് ഫൈറ്റ് ചെയ്യും. ഗോക്കുവിനാണെങ്കിൽ ഭയങ്കര അത്ഭുതം. ഓനോ, ഇതെന്റെ ഗ്രാൻഡ് പേയുടെ ടെക്നിക്കാണ്, ഇത് നിങ്ങളെങ്ങനെ പഠിച്ചെടുത്തു? സത്യത്തിൽ എനിക്ക് അത്ഭുതം തോന്നുന്നു പറയും. എന്റെ ഗ്രാൻഡ് പേയുടെ പവർ അത് ഇതിലും നന്നായിട്ട് ഞാൻ ഉപയോഗിക്കുന്നു പറഞ്ഞ് ഗോക്കു ആണെങ്കിൽ ചാടി വന്ന് ഇപ്പോ മാസ്റ്ററിന്റെ മുഖത്ത് ആഞ്ഞൊരിട്ടി. ആ ഒരു ഇട്ടിയിൽ ചോര തുളുമ്പി ജാക്കി മാസ്റ്റർ അടിച്ചു വീഴാണ്. ബുൽമയ്ക്കും ടീമിനുമാണെങ്കിൽ ഭയങ്കര സന്തോഷം. ബുൽമ അവളുടെ സന്തോഷം അടക്കാൻ കഴിയാതെ അടുത്തുണ്ടായിരുന്ന പന്നിപ്പയ്യന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കും. ഇവിടെ ആങ്കർ ആണെങ്കിൽ കൗണ്ട് ചെയ്യും. അത് കേട്ട് ടെൻഷനായി ഗ്രാൻഡ് പേ ആണെങ്കിൽ ബ്ലഡൊക്കെ തുടച്ച് പതിയെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അവരുടെ മുൻപിൽ ഇനി സമയം അധികമില്ല, നേരെ സന്ധ്യയാവാൻ പോവാണ്. അതിനു മുൻപ് ഈ ഫൈറ്റ് അത് അവസാനിപ്പിച്ചേ പറ്റൂ. ഹാൻസം ബോയ് ആണെങ്കിൽ തീർത്തു പറയും, നമ്മുടെ ഗോക്കു അവൻ തന്നെ ഈ മത്സരത്തിൽ ജയിക്കും. ഇവിടെ അപ്പാപ്പനാണെങ്കിൽ ഒരു സെക്കൻഡ് ഗോക്കുവിനെ നോക്കും. ഇവൻ എന്നെ കൊണ്ട് ആ ഡേഞ്ചർ പവർ അത് പുറത്തെടുപ്പിക്കാനായിട്ട് പോവാണ്. അത് പുറത്തെടുത്താ ഒരു പക്ഷേ ഇവന്റെ കാറ്റ് പോവും. പക്ഷെ എന്റെ വിശ്വാസം ശരിയാണെങ്കിൽ ഗോക്കുവിന്റെ ജീവന് അതിനൊന്നും സംഭവിക്കില്ല എന്ന് പറയും. ഗോക്കു ആണെങ്കിൽ ആവേശത്തിൽ നിൽക്കും. ഉടനെ മാസ്റ്റർ ആണെങ്കിൽ ഗോക്കുവിനോട് പറയും, നീ തോൽക്കാൻ പോവാണ്. അത് കേട്ട് ഗോക്കു ആണെങ്കിൽ അടിച്ച് ജാക്കിയോട് ചോദിക്കും, സത്യത്തിൽ നമ്മൾ വീണ്ടും മത്സരം ആരംഭിച്ചില്ലല്ലോ, നമ്മൾ ഫൈറ്റ് തുടങ്ങിയിട്ടില്ല, അതിനു മുൻപ് ഞാൻ എങ്ങനെ തോൽക്കും? ബൊൽമയാണെങ്കിൽ വിളിച്ചു പറയും, അദ്ദേഹം നിന്നെ പറ്റിക്കാൻ ശ്രമിക്കുകയാണ്, ഡൈവേർട്ട് ചെയ്യാണ്, ഒരു കാരണവശാലും നീ അതിൽ വീണു പോകരുത്. ഉടനെ അപ്പാപ്പനാണെങ്കിൽ ടെൻസ്ഡ് ആയിട്ട് അവളോട് വായടച്ചു പിടിക്കാൻ പറയും. ഈ ഒരു വലിയ ടെക്നിക്ക് അത് ഞാൻ എൻ്റെ ലൈഫിൽ ഒരേ ഒരു തവണ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് നിന്റെ ഗ്രാൻഡ് പേയുടെ മുൻപിലാണ്. അതിനുശേഷം വീണ്ടും ഇത് ഉപയോഗിക്കേണ്ട അടിയന്തര ഘട്ടം ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇത് ഉപയോഗിക്കാൻ ഒരു താല്പര്യമില്ല, പക്ഷേ എൻ്റെ മുൻപിൽ വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് ആളങ്ങനെ കൈ നീട്ടും. അടുത്ത നിമിഷം വല്ലാത്തൊരു എനർജി അവിടെ മുഴുവൻ തന്നെ സ്പ്രെഡ് ആവുകയാണ്. അദ്ദേഹത്തിന്റെ കയ്യിലൂടെ ഇപ്പൊ എനർജി പുറത്തേക്ക് പ്രവഹിക്കാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് ചുറ്റുമുള്ളവർക്കും ഗോക്കുവിനും ഒക്കെ ഒത്തിരി പേടി തോന്നും. അടുത്ത നിമിഷം വലിയ പവർ ഇപ്പൊ ഗോക്കുവിനെ നേരത്തേക്ക് പ്രവഹിച്ച് കയറുകയാണ്. അവനാണെങ്കിൽ ആ പവർ താങ്ങാൻ കഴിയാതെ
ഫ്ലൈ ചെയ്തു പോകും. ഹാൻസം ബോയ് ആണെങ്കിൽ ആ ഒരു പവർ കണ്ട് ഞെട്ടും. ഓ നോ, അത് ഏറ്റവും വലിയൊരു പവറാണ്. ഇതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. ആദ്യമായിട്ടാണ് ഈ പവർ ഞാൻ കാണുന്നത്. ഗോകുവിനെ കൊണ്ടെന്നല്ല, ആരെ കൊണ്ടും ആ ഒരു പവർ പ്രിവെന്റ് ചെയ്യാനായിട്ട് കഴിയില്ല. 20,000 വോൾട്ട് കറണ്ട്, അതാണ് ഇപ്പോൾ ഗോകുവിന്റെ ബോഡിയിലേക്ക് കയറുന്നത്. അത്രയും വലിയ ഇമ്പാക്ട് ഉറപ്പായാലും അവനെ മരണത്തിലേക്ക് തള്ളിവിടും. സോ ഒരു കാരണവശാലും നമ്മൾ ഗോകുവിനെ പ്രോത്സാഹിപ്പിക്കരുത്. എങ്ങനെയെങ്കിലും അവനോട് തോൽവി സമ്മതിക്കാനായിട്ട് പറയണം. ഇവിടെ ബുൽമയാണെങ്കിൽ വീണ്ടും വീണ്ടും ഗോകുവിന് സപ്പോർട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഗോകു, ഒരു കാരണവശാലും നീ തോൽവി സമ്മതിക്കാനായിട്ട് പാടില്ല. നീ ജയിക്കണം. നിന്റെ ജയത്തിന് വേണ്ടിയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെന്ന് പറയും. ചുറ്റുമുള്ളവരെല്ലാവരും ഇപ്പൊ കണ്ണിമ ചിമ്മാതെ ഗോകുവെ തന്നെ നോക്കുകയാണ്. ഗോകുവിനാണെങ്കിൽ ആ ഒരു പവർ അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ലാസ്റ്റ് ആണെങ്കിൽ ഗോകുവിനോട് പറയും, നീ തോൽവി സമ്മതിക്കുന്നതാണ് നല്ലത്. അതല്ല എങ്കിൽ നിനക്ക് നഷ്ടപ്പെടുക നിന്റെ ജീവിതവും ജീവനുമായിരിക്കും. സോ മര്യാദയ്ക്ക് അത് സമ്മതിക്ക്. ഗോകു ആണെങ്കിൽ നിർത്താതെ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഞാൻ ശ്രമിക്കുകയാണ്, ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്നെ കൊണ്ട് ഒരിക്കലും പെട്ടെന്ന് തോൽവി സമ്മതിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഗോകു അവന്റെ മാക്സിമം ട്രൈ ചെയ്യും. ഗോകുവിന്റെ അവസ്ഥ മോശമാവുന്നെന്ന് മനസ്സിലാക്കിയ നമ്മുടെ ആൾക്കാരെല്ലാവരും അവനോട് പിന്മാറാനായിട്ട് ആവശ്യപ്പെടും. ഇവിടെ മാസ്റ്റർ അവരോട് പറയും, നിന്റെ ഗ്രാൻഡ്പ പോലും ഇത്രയും നേരം പിടിച്ചു നിന്നിട്ടില്ല. നിന്നെ കൊണ്ട് ഒരിക്കലും ഇതിനെ മറികടന്ന് വരാൻ കഴിയില്ല. അത് കേട്ട് ഗോകു ആണെങ്കിൽ അല്പനേരം കൂടെ അങ്ങനെ നിന്ന് തോൽവി സമ്മതിക്കുകയാണ്. ഓക്കെ, ഞാൻ തോൽക്കാൻ തയ്യാറാണ്. ദയവ് ചെയ്ത് ഈ ഒരു പവർ അത് എന്നിൽ നിന്ന് എടുത്തു മാറ്റ്. അത് കേട്ട് ഗ്രാൻഡ്പ ആണെങ്കിൽ സാവധാനത്തിൽ ആ പവർ തിരികെ എടുക്കും. ഗോകു ആണെങ്കിൽ പതിയെ മുകളിലേക്ക് നോക്കും. അടുത്ത നിമിഷം അവൻ ആ ഫുൾ മൂൺ കാണുകയാണ്. അത് കാണേണ്ട താമസം ഇപ്പൊ ഗോകു പതിയെ പതിയെ ആ മോൺസ്റ്ററായി മാറാനായിട്ട് തുടങ്ങും. ചുറ്റുള്ളവർക്ക് എല്ലാവർക്കും അതുകൊണ്ട് ഭയങ്കര അത്ഭുതം. ഹാൻസം ബോയ് ആണെങ്കിൽ ബുൽമയോട് വിളിച്ചു പറയും, ഗോകു അവൻ ആ ഫുൾ മൂൺ കണ്ടു. അത് കണ്ട് നമ്മുടെ ആൾക്കാരാണെങ്കിൽ പാനിക് ആവുകയാണ്. കാരണം ഗോകു ആ ഫുൾ മൂൺ അത് കണ്ടു കഴിഞ്ഞാൽ മോൺസ്റ്ററായി മാറും എന്നുള്ള കാര്യം അത് അവർക്ക് മാത്രമേ അറിയൂ. ഇവിടെ ആങ്കർ ആണെങ്കിൽ വിളിച്ചു പറയും, ആ ചെറിയ പയ്യൻ അവനിപ്പോ ഭീകര കുരങ്ങായി മാറിയിരിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. അടുത്ത നിമിഷം മോൺസ്റ്ററായി മാറിയ നമ്മുടെ ഗോകു അവനാണെങ്കിൽ കൈ ചുരുട്ടി പല്ല് കടിച്ച് അവിടെ ഉണ്ടായിരുന്ന ബിൽഡിങ്ങുകൾ അത് തകർക്കാനായിട്ട് തുടങ്ങും. ഇവിടെ ആങ്കർ ആണെങ്കിൽ പേടിച്ച് ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. മാസ്റ്ററിനാണെങ്കിൽ ഗോകുവിന് എന്താ സംഭവിച്ചെന്ന് മനസ്സിലാവില്ല. മാസ്റ്റർ ആണെങ്കിൽ നിർത്താതെ ഗോകുവിനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഗോകു, ഇത് ഞാനാണ് നിന്റെ മാസ്റ്റർ, നിനക്ക് എന്ത് പറ്റി? മൊട്ടപ്പനാണെങ്കിൽ ഗോകുവിനടുത്തേക്ക് ഓടിയെത്തും. ഗോകു, നീ എന്തായി ചെയ്യണേ? ഈ ഒരു മെത്തേഡ് അത് ശരിയല്ല. നീ എത്രയും വേഗം ബാക്ക് ടു നോർമൽ ആവണം. അത് കേട്ട് ഗോകു ആണെങ്കിൽ ടെററായി അവന്റെ നേർക്ക് വലിയൊരു പീസ് അത് അടിച്ച് തെറിപ്പിക്കുകയാണ്. ഹാൻസം ബോയ് ആണെങ്കിൽ ഇപ്പൊ മൊട്ടപ്പനെ പിടിച്ചു വലിക്കും. അത് നമ്മുടെ പഴയ ഗോകു അല്ല, മോൺസ്റ്റർ ഗോകു ആണ്. അവനിങ്ങനെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അവനെ പറഞ്ഞു തിരുത്താനായിട്ട് കഴിയില്ല. അവനെ ബാക്ക് ടു നോർമൽ ആക്കാൻ ഒരേ ഒരു വഴി മാത്രമാണ് ഉള്ളത്, അവന്റെ വാല് അത് കട്ട് ചെയ്യണം. ഹാൻസം ബോയ് ആണെങ്കിൽ അവന്റെ റാബിറ്റിനോട് പറയും, ഇനി ഒന്നും നോക്കാനില്ല, അവന്റെ വാല് അത് ഞാൻ പിടിച്ചു വലിക്കാം. ആ ഗ്യാപ്പിൽ നീ അത് കട്ട് ചെയ്യണം. അത് കേട്ട് റാബിറ്റ് ആണെങ്കിൽ ഗോകുവിന്റെ വാല് കട്ട് ചെയ്യാനായിട്ട് പോകും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത മാസ്റ്റർ ആണെങ്കിൽ തീർത്തു പറയും, ഒരു കാരണവശാലും ജനങ്ങളെ അറ്റാക്ക് ചെയ്യാൻ എന്നെ ഞാൻ അനുവദിക്കില്ല. അതിനു മുൻപ് ഞാൻ നിന്നെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് ആളാണെങ്കിൽ ആളുടെ ഫുൾ പവർ എടുത്ത് ജയന്റായി മാറും. അതിനുശേഷം അൾട്ടിമേറ്റ് പവർ ഉപയോഗിച്ച് ഇപ്പൊ ഗോകുവിനെ പൂർണ്ണമായിട്ടും നശിപ്പിക്കാനായിട്ട് ഒരുങ്ങും. അത് കണ്ട ഹാൻസം ബോയ് ആണെങ്കിൽ ഷോക്കാവും. ഓ നോ, അങ്ങനെ ചെയ്താൽ പൂർണ്ണമായിട്ട് ഇല്ലാതാവും. പിന്നെ അവനെ നമുക്ക് തിരികെ പിടിക്കാൻ കഴിയില്ല. സോ എത്രയും വേഗം അത് തടയണമെന്ന് പറഞ്ഞ് മാസ്റ്റർ ജാക്കി എന്ന് ഉച്ചത്തിൽ വിളിച്ച് മാസ്റ്റർ അടുത്തേക്ക് ഓടും. പക്ഷെ അടുത്ത നിമിഷം ആ കാമേ ഹാമേ പവർ അതുപയോഗിച്ച് മാസ്റ്റർ ഇപ്പൊ ഗോകുവിനെ മുഴുവനായിട്ടും പൊട്ടി അങ്ങനെ തെറിപ്പിച്ച് കളയാണ്. അവിടെ വലിയൊരു സ്ഫോടനം ഉണ്ടായി. എല്ലാവരും നാനാഭാഗത്തേക്ക് തെറിച്ചു പോവും. അതിനുശേഷം എല്ലാവരും ഇപ്പൊ ചുറ്റും നോക്കും. ഗോകുവിനെ അവിടെ കാണാനില്ല. ബുൽമയും പന്നിക്കുട്ടനും മൊട്ടപ്പനും എല്ലാവരും എത്തി. ഗോകു അവൻ എവിടെയും ചോദിക്കും. അതിന് ഹാൻസം ബോയ് ആണെങ്കിൽ തല താഴ്ത്തി അവൻ നഷ്ടപ്പെട്ടു എന്ന് പറയും. അവരെ കൊണ്ടാണെങ്കിൽ അത് സഹിക്കാനായിട്ട് കഴിയില്ല. കാരണം ഗോകു അവർക്ക് അത്രമേൽ പ്രിയപ്പെട്ടവനാണ്. അതുകൊണ്ട് തന്നെ അവർ പൊട്ടിക്കരയും. ഇവിടെ നമ്മുടെ മാസ്റ്റർ ആളുടെ ഉള്ളിൽ നല്ല കുറ്റബോധമുണ്ട്. പക്ഷെ ആള് പറയും, ഞാൻ എന്റെ കടമ മാത്രമേ ചെയ്തുള്ളൂ. ഒരു കാരണവശാലും പവറുള്ള ആൾക്കാർ ജനങ്ങൾക്കെതിരായി മാറാൻ പാടില്ല. ജനങ്ങൾക്ക് ഭീഷണിയുള്ളവരെ ഞാൻ നിലനിർത്താൻ അനുവദിക്കില്ല. എന്നോട് ദയവ് ചെയ്ത് ഗോകു നീ ക്ഷമിക്കണം. അങ്ങനെ അവിടെ വെച്ച്